പരീക്ഷയോടനുബന്ധിച്ച് സാരസ്വാരിഷ്ടം കുടിച്ചു എന്നുള്ളതിനെ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിക്ക് 10 മാർക്ക് അധികം കിട്ടാൻ പോകുന്നില്ല. ഈ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ ആയുർവേദത്തിലും മരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ മത്സര പരീക്ഷയോടൊക്കെ അനുബന്ധിച്ച് ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് ആയുർവേദത്തിൽ വലിയൊരു മിത്ത് കൂടിയാണ് ഈ പറഞ്ഞത്. കാരണം ഈ ബുദ്ധി കൂട്ടുക, ഓർമ്മ കൂട്ടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു മരുന്നിന് സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരിക്കലും ഒരാളുടെ ബുദ്ധിശക്തിനെ ഒരു മരുന്ന് കൊടുത്തിട്ട് കൂട്ടാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനെ വേണ്ട രീതിയിൽ മാക്സിമം പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓർമ്മശക്തിക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് ഇപ്പം ഒരു അസുഖം വന്നിട്ട് ഓർമ്മശക്തി നശിച്ചു പോയ ഒരാൾക്ക് ആ നശിച്ചു പോയ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മരുന്നുകൾ കൊടുത്ത് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ നോർമലാക്കി കൊണ്ടുവരുമ്പോൾ അതിന് സാധിക്കും. ആയുർവേദത്തിലുള്ള പല മരുന്നുകളും, പ്രത്യേകിച്ച് ഘൃതങ്ങൾ, നെയ്യ് പോലുള്ള മരുന്നുകൾക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാനുള്ള കഴിവുകളുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്ന മരുന്നുകൾക്ക് മാത്രമേ നമ്മൾ കഴിക്കുന്ന ഒരു മരുന്നിനുള്ള കണ്ടന്റ് തലച്ചോറിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകൾ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രോത്സാഹനമായിട്ട് കൊടുക്കുക. അപ്പോൾ പരീക്ഷയോടനുബന്ധിച്ച് സാരസ്വാരിഷ്ടം കുടിച്ചു എന്നുള്ളതിനെ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിക്ക് 10 മാർക്ക് അധികം കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പരീക്ഷയോടനുബന്ധിച്ച് കുറച്ച് നെയ്യ് വാരി കഴിച്ചതിനെ കൊണ്ട്. പക്ഷേ ഈ മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നുള്ളൂ, അവരിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അതിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. പിന്നെ തെറാപ്യൂട്ടിക് ആയിട്ട് മേദ്യം എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിനുണ്ട്. അത് ചില അസുഖങ്ങളും മറ്റു കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയും ഒക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ. ആ മേദ്യമായിട്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അസുഖമുള്ള കണ്ടീഷനിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ബുദ്ധിശക്തി കൂട്ടാനോ അല്ലെങ്കിൽ ഒരു ശക്തി മരുന്ന് കഴിച്ചിട്ട് ആ മനുഷ്യ ശക്തി ഉണ്ടാക്കാനോ ഒരിക്കലും സാധിക്കില്ല.